അങ്ങനെ തന്നെ പറയാം. കാരണം ഇത് യാദൃശ്ചികമായി ഉണ്ടായ ഒരു അപകടമാണ്. പക്ഷേ ആ അപകടത്തിന് കാരണം ആ സ്കൂളിന് മുകളിലൂടെ എത്രയോ നാളുകളായി ഒരു ദുരന്തം വഹിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അതിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നില്ല. അവസാനം ആ സ്കൂളിലെത്തിയ ഇപ്പോൾ ഈ വളരെ ചുരുങ്ങിയ മാസങ്ങൾ അവിടെ എത്തിയ മിഥുൻ എന്ന 13 വയസ്സുകാരൻ്റെ ജീവിതം അവന് ഹോമിക്കേണ്ടി വന്നു ആ പ്രശ്ന പരിഹാരത്തിന്. അപ്പോൾ നമ്മുടെ തകർന്ന സംവിധാനങ്ങളുടെ രക്തസാക്ഷിയായി മിഥുൻ എന്ന 13-കാരൻ മാറുകയാണ്. ഇനിയിപ്പോൾ അതിന് ഉത്തരവാദികളെ കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്യണമെന്ന് നമ്മൾ പറയുന്ന ആ പതിവ് പല്ലവിക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല. അത് ഇത് ആവർത്തിക്കാതിരിക്കണം എന്നുള്ളത് അതിൽ തർക്കമൊന്നുമില്ല. ആർക്കും അത് ആവർത്തിക്കാതിരിക്കട്ടെ. അങ്ങനെ ഇത്തരം കാഴ്ചകളിലൂടെ ആരും കടന്നു പോകരുത്. ഇനി ഒരു അച്ഛനും അമ്മയും അവരുടെ ജീവിതകാലത്ത് മകൻ്റെ ചിത കത്തുന്നത് കാണേണ്ട ആ, ആ, അങ്ങനെ ഹതഭാഗ്യരായ മാതാപിതാക്കൾ നമ്മളുടെ ഒപ്പം ഉണ്ടാവാതിരിക്കട്ടെ. അത്തരം ഹതഭാഗ്യരായ മാതാപിതാക്കൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഒരു ചേട്ടൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടി വരുന്ന വളരെ നിഷ്കളങ്കനായ ഒരു കുഞ്ഞനുജൻ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. 8ാം ക്ലാസ് ബി ഡിവിഷനിൽ അവൻ്റെ ഇരിപ്പിടം ഇനി അനാഥമാണ്. അവൻ്റെ ചുമന്ന ബാഗ് ആ ക്ലാസ് റൂമിൽ തന്നെ ഇപ്പോഴുമുണ്ട്. അവൻ്റെ പൂർത്തിയാക്കാത്ത ചിത്രങ്ങൾ ആ വീടിൻ്റെ മനൂഭവനം എന്നെഴുതിയ ആ ചെറിയ വീടിൻ്റെ ഭിത്തിയിലുണ്ട്. അവൻ സമ്പാദിച്ച അവൻ്റെ നാണയത്തുട്ടുകൾ ഉടമസ്ഥരില്ലാതെ അലമാരയുടെ ഒരു തട്ടിലിരിക്കുന്നുണ്ട്. അവൻ്റെ ഫുട്ബോൾ ആ മൈതാനിയിൽ ഇപ്പോഴും അവൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കാൽപാദത്തിൻ്റെ സ്പർശനം കാത്തവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ പറയാൻ എന്തൊക്കെ ഓർമ്മകളാണ് ആ 13 വയസ്സുകാരന് ബാക്കിയുള്ളത്. പക്ഷേ ആ ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി പ്രിയപ്പെട്ടവരെ വലിയ കണ്ണീരിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടാണ് ആ 13-കാരൻ പോകുന്നത്. അവൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല. അവൻ്റെ നിഷ്കളങ്കമായ മുഖം നമ്മളുടെ കൺമുന്നിൽ, നമ്മളുടെ കണ്ണടയ്ക്കുമ്പോൾ ആ കണ്ണടയ്ക്കുമ്പോഴും നമ്മളുടെ കൺമുന്നിൽ ഇങ്ങനെ തെളിയുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ പിഞ്ചോമനയാണ്, കേരളത്തിൻ്റെ മകനാണ്, നമ്മുടെ നാടിൻ്റെ മകനായി മിഥുൻ മാറുകയാണ്. നമുക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ കുട്ടി നമ്മുടെയൊക്കെ നീറുന്ന ഓർമ്മയായി 2-3 ദിവസം കൊണ്ട് മാറിയ ഒരു കാഴ്ച നമ്മൾക്ക് ഒരു പക്ഷേ മറക്കാൻ കഴിയില്ല. ഇത്തരം വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുമ്പോഴുണ്ടാകുന്ന ഹൃദയവേദന, അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകരുടെ മാനസികാവസ്ഥ, അവിടെ നിൽക്കുന്ന നാട്ടുകാരുടെ ഒക്കെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയും. അതിലൊക്കെ എത്രയോ അപ്പുറമാണ് ആ മാതാപിതാക്കളുടെ, ആ അമ്മയുടെയും അച്ഛൻ്റെയും ഉള്ളു പൊള്ളുന്ന വേദന. അവർക്ക് അതിൽ നിന്നും മുക്തരാകാൻ കഴിയട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹതഭാഗ്യരാകിയ മാതാപിതാക്കൾ, മകൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് കാണേണ്ടി വരുന്ന അച്ഛനും അമ്മയും, അതാണ് സുജയും അല്ലെങ്കിൽ മനുവുമൊക്കെ നമ്മളുടെ മുന്നിൽ പ്രതീകങ്ങളായി നിൽക്കുന്നത്. ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്കും നമുക്ക് വലിയ അന്വേഷണമൊന്നും നടത്താതെ എത്താൻ കഴിയും. അത് ഈ ഘട്ടത്തിൽ ഇനിയിപ്പോഴും അതിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടത്തിന് പ്രസക്തി ഇല്ലെങ്കിൽ പോലും ആ സംവിധാനങ്ങൾ മൂലമുണ്ടായ, അതിൻ്റെ പിഴവ് മൂലമുണ്ടായ ഒരു രക്തസാക്ഷിയെയാണിതാ ഇപ്പോൾ പാവകജ്വാലകൾ ഇവിടെ ഏറ്റുവാങ്ങുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം കാഴ്ചകളിലൂടെ നമുക്കിനി ഒരിക്കലും പോകേണ്ടി വരരുത്. ഇതുപോലെ അലമുറയിടുന്ന നാട്ടുകാരെ, ബന്ധുക്കളെ, മാതാപിതാക്കളെ നമുക്ക് ഇനിയും കാണാൻ കഴിയാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ചേട്ടൻ്റെ ചിതയ്ക്ക് തിരികൊളുത്തേണ്ടി വരുന്ന കുഞ്ഞനിയൻ, അത്തരം അനിയന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനപ്പുറം നമുക്ക് ഏതെങ്കിലും ആശ്വാസവാക്കുകൾ കൊണ്ട് ഈ കണ്ണീരൊഴുക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ കഴിയില്ല. അവരുടെ ഹൃദയവേദനയ്ക്ക് മുറിവുകളിൽ നമുക്ക് മരുന്ന് പുരട്ടാനും കഴിയില്ല. അത് നീറുന്ന വേദനയായി അവരുടെ ഉള്ളങ്ങളിൽ തന്നെ അത് ഇരിക്കും. കാലം ഒരു പക്ഷേ കുറേ കഴിയുമ്പോൾ കുറേയൊക്കെ മുറിവുകൾ അതിന് മരുന്നായി മാറുമായിരിക്കാം. പക്ഷേ എങ്കിലും ആ മാതാപിതാക്കൾക്ക്, ഇതൊക്കെ കാണുന്നവർ എത്ര ആളുകൾക്ക് ആ ഷോക്കിൽ നിന്ന് മുക്തരാകാൻ കഴിയുമെന്ന് നമുക്ക് അറിയില്ല. ഇത് നമ്മൾ ഇപ്പോൾ ഈ ഗ്രാമത്തിൽ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അറിയാവുന്നവർ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവരുടെ ഒക്കെ വീട്ടകങ്ങളിലെ ഒരു പ്രിയപ്പെട്ട ആരോ ആയി മിഥുൻ എന്ന 13-കാരൻ ഈ ദിവസങ്ങളിൽ മാറിയിരുന്നു. സ്കൂളിലൊക്കെ പോകുന്ന മക്കളുള്ള വീടുകളാണ് നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലായിടത്തും. ആ വീടുകളൊക്കെ അവരൊക്കെ പെട്ടെന്ന് ഒരു നിമിഷമെങ്കിലും മകനെ കാണാനോ അല്ലെങ്കിൽ അടുത്തിരുത്താനോ ഒക്കെ തോന്നുന്ന തരത്തിൽ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ നാടാകെ മാറി എന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും. അത്രത്തോളം ഹൃദയം നുറുങ്ങുന്നതായിരുന്നു ആ വേദനയുടെ ആഴം.
അതിൻ്റെ ആഴങ്ങളിലൂടെയാണ് ഓരോ മലയാളിയും കടന്നു പോകുന്നത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കായിരിക്കും. ആ കുഞ്ഞു ചിത കത്താൻ തുടങ്ങിയിരിക്കുകയാണ്. ആ നാട്ടുകാരും ഇതുവരെ അവിടെ ഉണ്ടായിരുന്നവരുമൊക്കെ ഒരു നിമിഷം നിശ്ചലമായി അവിടെ നിൽക്കുന്നത് ഒരു പക്ഷേ ഒരു തരം പ്രാർത്ഥനയായിരിക്കും. അവന് ആ കുഞ്ഞിന് ഒരു അന്ത്യ വിട നൽകലായിരിക്കും, ഒരു പ്രാർത്ഥനയായിരിക്കും. എല്ലാ നാട്ടിലും ഇതൊക്കെ ചെയ്യാനൊക്കെ കുറേ ആളുകൾ കാണും. അവസാനം അവരുടെ ഒരു പ്രാർത്ഥന കൂടി ഏറ്റുവാങ്ങിയിട്ടായിരിക്കും ആ കുഞ്ഞ് മടങ്ങുന്നത്. അവിടേക്ക് ഇന്ന് രാവിലെ സ്കൂളിൽ തൊട്ട് നമ്മൾ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന വിലാപയാത്ര മുതൽ ഈ നിമിഷം വരെ എത്രയോ ആയിരങ്ങളാണ് മിഥുൻ എന്ന 13-കാരന്. അവർക്ക് നേരിട്ട് അറിയണമെന്നൊന്നുമില്ല, പക്ഷേ അവരുടെ വീട്ടിലെ ഒരു കുട്ടിയെപ്പോലെ അവന് വിട നൽകാനായി സ്കൂളിലേക്കും ആശുപത്രിയിലേക്കും പിന്നീട് സ്കൂളിലേക്കും പിന്നെ വീട്ടിലേക്കും ഒക്കെ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ ചെറിയ വീടിൻ്റെ ഒരു ഭാഗത്ത് ഒരു കോണിൽ ഒരു കുഞ്ഞു ചിത എരിയുകയാണ്, ഒരു ചെറിയ ചിത എരിയുകയാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ, ഇത്തരം കാഴ്ചകൾ ഇതൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയൂ. ആ കുടുംബത്തിന് അവരുടെ ഹൃദയവേദനയിൽ നിന്ന്, ആ വലിയ സങ്കടക്കടലിൽ നിന്നും, ആ വലിയ ദുഃഖത്തിൻ്റെ പാരാവാരത്തിൽ നിന്നും അവർക്ക് മോചനം കിട്ടട്ടെ വേഗം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു ആശ്വാസവാക്കുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ലാത്ത മണിക്കൂറുകളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. വാക്കുകൾ കൊണ്ടൊന്നും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും കഴിയില്ല. ഇനിയിപ്പോൾ ഇതിൽ ആരോപണ വിധേയരോ അല്ലെങ്കിൽ തെറ്റുകാരെന്ന് കണ്ടെത്തിയവരെ ശിക്ഷിക്കലോ അവർക്കെതിരെ നടപടിയെടുക്കലോ ആശ്വാസധനം അവിടെ എത്തിക്കലോ ഒന്നും മതിയാവുന്നതല്ല. അതൊന്നും കൊണ്ട് പരിഹരിക്കാവുന്നതല്ല അവരുടെ നഷ്ടമെന്ന് നമുക്കറിയാം. ഇത് അവർക്ക് ആ പ്രതിസന്ധിയിലൂടെ അവർ കടന്നുപോയി അവർക്ക് സ്വന്തമായി അവർ പരിഹാരം കാണുക എന്നതിനപ്പുറത്തേക്ക് അതിന് നമുക്ക് അവരെ സഹായിക്കാം. ആ കുടുംബത്തെ, ആ മാതാപിതാക്കളെ, ആ കുഞ്ഞിനെ, ആ സഹോദരനെ, അവരുടെ ബന്ധുക്കളെയൊക്കെ നമുക്ക് സഹായിക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് വാക്കുകൾ കൊണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഒന്നും ആ കുടുംബത്തെ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല. ആ ചെറിയ ചിത എരിയാൻ തുടങ്ങുകയാണ്. സഹോദരൻ തീ കൊളുത്തിയ ആ ചെറിയ ചിത എരിയുകയാണ്. എല്ലാവരെയും അനാഥരാക്കി അവൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ സങ്കടക്കടലിലേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് ആ 13 വയസ്സുകാരൻ നമ്മളുടെ അടുത്തു നിന്ന് പോകുന്നത്. അവൻ്റെ ചെറിയ വീട്ടിലെ സ്വപ്നങ്ങൾ, അവൻ്റെ ചെറിയ ക്ലാസ് റൂമിലെ സ്വപ്നങ്ങൾ, ഒരു ഫുട്ബോൾ കളിക്കാരനാകണമെന്ന് അവൻ്റെ ആഗ്രഹം, ഒരു പട്ടാളക്കാരനാകണമെന്ന ആഗ്രഹം, അതിനുവേണ്ടി NCC യൂണിറ്റുള്ള സ്കൂളിൽ അഡ്മിഷൻ വാങ്ങി അവിടെ NCCയിൽ അംഗമായി ആ NCCയിലെ സഹപ്രവർത്തകരുടെ അന്തിമോപചാരം ഏറ്റുവാങ്ങി ഒരു സൈനികനെ പോലെയാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് മിഥുൻ മടങ്ങുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു സൈനികന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന സഹപ്രവർത്തകരായ പട്ടാളക്കാരെ പോലെയായിരുന്നു അവൻ്റെ സഹപാഠികളായ NCC കേഡറ്റുകൾ ആ സ്കൂളിൽ ഇന്ന് തയ്യാറായി നിന്നത്. അങ്ങനെയൊന്നും ആയിരിക്കില്ല, അത്തരം കാഴ്ചകളൊന്നുമല്ല നമ്മൾ കാണാൻ ആഗ്രഹിച്ചത്. പക്ഷേ ആ നാടും അങ്ങനെയുള്ള കാഴ്ചകളായിരുന്നില്ല കാണാൻ ആഗ്രഹിച്ചത്. സാഹചര്യങ്ങൾ നമ്മളെ അത്തരം ഒരു കാഴ്ചകൾ കാണാൻ, അത്തരം വാർത്തകൾ കേൾക്കാൻ, അതൊക്കെ പറയാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു. വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എല്ലാവരും. അവൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവനൊപ്പം ചിതയിൽ എരിഞ്ഞടങ്ങുകയാണ്. അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരുപക്ഷെ ഒരു പട്ടാളക്കാരനായി മാറുക എന്നുള്ളതായിരുന്നിരിക്കാം. ഒരു ചെരുപ്പ് വാങ്ങുക എന്നുള്ള ഒരു ചെറിയ സ്വപ്നം അവനുണ്ടായിരുന്നു. അതിനുവേണ്ടി അവൻ കുറച്ച് പൈസ സ്വരുക്കൂട്ടി വെച്ചിരുന്നു. ആ പൈസ അവിടെ ഒരു ചെപ്പിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം മുത്തശ്ശി കരയുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു ചെരുപ്പ് തന്നെ അവൻ്റെ ജീവനെടുത്തു എന്ന് പറയേണ്ടി വരും. ഒരു സുഹൃത്തിൻ്റെ ചെരുപ്പ്, അത് സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീണതെടുക്കാൻ പോയ സമയത്താണ് അവൻ ഇങ്ങനെയൊരു ദുരന്തം നേരിട്ടതും അവൻ്റെ അന്ത്യം സംഭവിച്ചതും. കഴിഞ്ഞ മാസം മാത്രമാണ് അവൻ ആ സ്കൂളിലേക്ക് എത്തിയത്, തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിയത്. NCC യൂണിറ്റുള്ള സ്ഥലത്ത് തന്നെ പഠിക്കണമെന്ന ആഗ്രഹം, അതിനെ തുടർന്നാണ് ആ സ്കൂളിലേക്ക് അവൻ എത്തിച്ചേർന്നത്. ഒടുവിൽ ആ സ്കൂളിൽ തന്നെ അവൻ്റെ അന്ത്യവും സംഭവിക്കുകയായിരുന്നു. സ്കൂൾ തുറന്ന് ഏതാണ്ട് ഒരു മാസം പിന്നിടുമ്പോൾ അവൻ്റെ അന്ത്യവാർത്ത അത് കേൾക്കേണ്ടി വരികയാണ്. അധ്യാപകർക്കും സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചാണ് അവൻ്റെ അന്ത്യം സംഭവിച്ചത്. അവർ എപ്പോഴും ആ ആഘാതത്തിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പ്രാരാബ്ധങ്ങളുള്ള വീടാണ്, നിർധനരായ കുടുംബമാണ്, കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് അമ്മ വിദേശത്തേക്ക് ജോലി ചെയ്യാൻ ഹോം നേഴ്സായി പോകുന്നത്. അവർ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ
2 മുറികളുള്ള ഒരു ചെറിയ വീട്, ചെങ്കല്ല് തെളിഞ്ഞു കാണുന്ന തരത്തിലേക്ക് പൊളിഞ്ഞു വീഴാറായ ഒരു വീട്, 7 സെൻറ്റ് സ്ഥലം, ജപ്തി ഭീഷണി, കൂടാതെ വായ്പയെടുത്തപ്പോൾ മൈക്രോ ഫിനാൻസുകാരുടെ വായ്പയെടുത്തത് പെരുകുന്ന അവസ്ഥ. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് കുറച്ചുകൂടി നല്ല ജീവിതമുണ്ടാകണം, മക്കളെ പഠിപ്പിച്ച് വലുതാക്കണം, നല്ലൊരു വീട് നിർമ്മിക്കണം എന്നൊക്കെയുള്ള സ്വപ്നവും പ്രതീക്ഷയുമായി അമ്മ വിദേശത്തേക്ക് പോയത്. അച്ഛൻ നിർമ്മാണ തൊഴിലാളിയാണ്. ആ സമയത്താണ് ഇത്തരത്തിലേക്കൊരു വലിയ ദുരന്തം ആ കുടുംബത്തെ തേടിയെത്തിയത്. വിദേശത്ത് നിന്നെത്തിയ അമ്മയെ കാണാൻ 2 മക്കളും കാത്തിരിക്കുന്ന അത്തരം കാഴ്ചയൊന്നുമല്ല നമ്മൾ ഇന്ന് കണ്ടത്. മിഠായികളും കളിപ്പാട്ടവും ഒക്കെയായി തിരിച്ചെത്തുന്ന അമ്മയെ കാത്ത് സന്തോഷത്തോടെ ഇരിക്കുന്ന കുട്ടികൾ. സാധാരണ നമ്മൾ കാണുന്ന കാഴ്ച അതൊക്കെയാണെങ്കിൽ ഇന്ന് ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് രാവിലെ മുതൽ നമ്മൾ കാണുന്നത്. സുജിനെ ചേർത്ത് പിടിച്ച് കരയുന്ന അമ്മ, ഇളയ മകൻ സുജിനെ ചേർത്ത് പിടിച്ച് കരയുന്ന അമ്മ. എന്താണ് സംഭവിച്ചത് എന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം വീഡിയോ കോളിലൂടെ ഈ വിവരം അറിയിക്കുമ്പോൾ അവർ കരഞ്ഞുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു. ആ തരത്തിലേക്ക് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ, അവരുടെ ജീവിതകാലം, അവരുടെ അവസാനം വരെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ്റെ ഈ വിയോഗം. ഇപ്പോൾ അവൻ ചിതയിൽ എരിഞ്ഞടങ്ങുകയാണ്. അവൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം അതിനൊപ്പം തന്നെ എരിഞ്ഞടങ്ങുമ്പോൾ ഒരു നാടൊന്നാകെ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ, കേരളം ഒന്നാകെ എന്ന് തന്നെ പറയണം, ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ അവർക്കൊപ്പം നിൽക്കുകയാണ്, അവരെ ചേർത്ത് പിടിക്കുകയാണ്. മിഥുന് നാട് വിട നൽകിയിരിക്കുന്നു, അവൻ ഓർമ്മയായി.